ഹായ് ഗൈസ്, ബാക്ക് ടു ചാനൽ. അപ്പം നമ്മൾ വന്നിരിക്കുന്നത് തിരുവനന്തപുരത്താണ്. അപ്പം നമ്മൾ ഇതേണ്ട ഈ ചെടികളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് മാത്രമല്ല വീഡിയോ എടുത്തത്. നമുക്കൊരു മെമ്മറി ആയിട്ട് നമുക്കിത് സൂക്ഷിക്കാം. നമ്മൾ ഇവിടെ വന്നേക്കുന്നത് തന്നെ അമ്മയുടെ സ്കൂളിൻ്റെ ഭാഗമായിട്ട് ഒരു ടൂറിൻ്റെ ഭാഗം. നമ്മൾ സൂവിൻ്റെ അകത്ത് കയറിയില്ല, പുറത്തുനിന്ന് വീഡിയോ ഷൂട്ടൊക്കെ എടുത്തു. കണ്ടോ, നല്ല രസമുണ്ടായിരുന്നു. അമ്മയുടെ ടൂറിനാണ് ഞങ്ങൾ പോയത്. അവിടെ നമുക്ക് നല്ല രസമുണ്ടായിരുന്നു. ഷൂട്ടിംഗ് പ്ലേസ് ഒക്കെ കേട്ടോ, അതായത് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയ പ്ലേസ്. അതുകൊണ്ട് ഇവിടെ കാലും മരങ്ങളും അവിടെയൊക്കെ. രാവിലെ ഞങ്ങൾ ഇവിടെ വന്നപ്പം ജോലി ചെയ്യുന്ന ചേച്ചിമാരൊക്കെ ഇവിടെ വന്ന് തൂത്ത് വൃത്തിയാക്കി. അതൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ പോയിരിക്കുന്നത് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിലാണ്. ആദ്യം നമ്മൾ ടൂറിന് പോകേണ്ടത്. അവിടെ ഇപ്പം നമ്മൾ കയറിയില്ല. നമ്മൾ അതിനു മുന്നേ ആയിട്ട് അവിടെ താഴെ ഭക്ഷണം കഴിക്കാൻ പോയി. അപ്പം കണ്ടതാണ്, നല്ല രസമുണ്ടായിരുന്നു. അവിടുത്തെ വ്യൂ ഒരു ഒന്നാം തരം വ്യൂ ആയിരുന്നു. സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങുന്ന വ്യൂ, എൻ്റെ ദൈവമേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇരിക്കാനൊക്കെ ഒരു സ്ഥലമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതേണ്ട ഗൈസ് കണ്ടോ. പിന്നെ ഇവിടെ നമ്മൾ അവിടുന്ന് കയറിയപ്പം ആമയെ കണ്ടു, ആമയുടെ മുട്ടയെ കണ്ടു. പിന്നെ അവിടെ സ്കെൽറ്റൻ സിസ്റ്റം ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ചേച്ചത് വീഡിയോ എടുക്കണ്ട, അത് കേസാവുന്നു. പിന്നെയാണ് അമ്മ പറഞ്ഞത് എല്ലാവരും വീഡിയോവും എല്ലാം എടുക്കാമെന്ന് പറഞ്ഞത്. അതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് തന്നെ കേട്ടോ ഗൈസ്. കണ്ടോ, ഡൈനോസർ, ആന, മാനും അതൊക്കെ ഉണ്ട്. പിന്നെ അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴാണ് ഞാൻ എല്ലാം കാണുന്നത്. നല്ല രസമാണ്. എന്തുവായിരുന്നില്ല, മാമത്തുകളിൽ അതൊക്കെ ഉണ്ടായിരുന്നു ഭിത്തിയിൽ. അത് നമുക്ക് എന്തോ ഒരു രസം തോന്നും കേട്ടോ. സിംഹം അതൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ സൂക്ഷിച്ച് നോക്കണം. ഇവിടെ എല്ലാം ഉണ്ട്. കാട്ടിലെ എല്ലാം എന്ന് പറഞ്ഞാൽ കാക്കയും പൂജയും മുയലൊന്നുമില്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാം ഉണ്ട് കേട്ടോ ഗൈസ്. കണ്ടോ, മാമത്തുകൾ, സിംഹം, പുലി, കണ്ടോ, ഡൈനോസേഴ്സ് വരെ ഉണ്ട്. കണ്ടോ, ഡൈനോസേഴ്സ്, എന്തോ റെക്സോ അങ്ങനെ എന്തോ പറഞ്ഞൊരു ജീവിയില്ലേ. പിന്നെ ഇതൊക്കെ കണ്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ആർട്ട് കണ്ട, കോള അതൊക്കെ ഉണ്ട്. സൂക്ഷിച്ച് നോക്കണം, എന്നാലേ ഇതൊക്കെ കയറാൻ പറ്റൂ. ഞാൻ തന്നെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ സൂക്ഷിച്ച് നോക്കുമ്പോഴാണ് വേണ്ടേ അവിടെ കണ്ടോ പന്നി, അതൊക്കെ കാണുന്നത് തന്നെ. പന്നിയല്ല കേട്ടോ അത്, അതിൽ എന്തായിരുന്നു, കുറുക്കനോ, ഷു അതിൻ്റെ പേര് ഞാൻ എപ്പോഴും മറന്നു. എന്തായാലും ഇത് കണ്ടോ, ഇത് പന്നിയാണ്. ഇത് കണ്ടോ, എന്തൊക്കെയോ ഉണ്ട്. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ എല്ലാം കാണാം. കണ്ടോ, അവിടെ തന്നെ നമ്മൾ നോക്കിയില്ല, അവിടെ ക്യാച്ച് ഉണ്ടായിരുന്നു ഗൈസ്. അപ്പം നേടാ കണ്ടോ, അപ്പോഴാണ് ഒരു ഇന്നേ കണ്ടത് ആനക്കൊണ്ട ജീവനുള്ള ഒന്നുമല്ല കേട്ടോ. ഇത് ഈ അതായത് സിംഹം കണ്ടോ. എനിക്ക് എൻ്റെ മുടിയാണ് കേട്ടോ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിന്നെ നമ്മുടെ മരത്തിൻ്റെ മണ്ട വരെ ഇരിപ്പുണ്ടായിരുന്നു. എന്ത്, വേറൊന്നുമല്ല, കടുവ. ഇത് കണ്ടോ, പന്നി, വീണ്ടും പന്നി, കാട്ടുപോത്ത് അതൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ സൂക്ഷിച്ച് കണ്ടോ, തേനീച്ച കൂട് വരെ ഉണ്ടായിരുന്നു. എന്ത് പാമ്പ് ചുറ്റിക്കിടക്കുന്നുണ്ടോ, പാമ്പ് കണ്ട ഗൈസ്. പിന്നെ ഇതുണ്ട് ജിറാഫ്, സീബ്ര, അതൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ പേരെല്ലാം തന്നെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ കൊടുത്തിട്ടുള്ളതല്ല, ഇവർ അവിടെ കൊടുത്തിട്ടുള്ളതാണ്. അപ്പം നമ്മൾ ഇതാണ്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ട ഗൈസ്. പിന്നെ ഇതൊക്കെ മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയത്, അല്ല മഞ്ഞ് കാലത്ത് കണ്ടോ. ഇവിടെ പാമ്പുണ്ടോ? ഇരിക്കുന്നു പാമ്പ്. പാമ്പ്. പിന്നെ വേണ്ട മരത്തിലൊക്കെ ചുറ്റിയിരിപ്പുണ്ട് കേട്ടോ പാമ്പ്. എനിക്ക് മരവും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് വേണ്ട മ്യൂസിയത്തിൽ കയറിയപ്പം വേണ്ട പഴയ കുറച്ച് ആധുനികമായിട്ടുള്ള, അല്ല ആധുനികമല്ല, പഴയ കാലഘട്ടത്തിലുള്ള ഒരു വീട്. അത് കാണുമ്പോൾ നമ്മൾ ആ ഘട്ടത്തിലോട്ട് പോകുന്നവരെക്കുറിച്ച് അങ്ങ് ആലോചിച്ച് പോകും. അതായത് നമ്മുടെ അമ്മയുടെ അങ്ങനെ പോകും കേട്ടോ ഗൈസ്. അപ്പോൾ ഇവിടെ കണ്ടോ പശു, എല്ലാവരും ഇവിടെ ഇരിക്കുക കേട്ടോ. ഓരോരുത്തർ എന്തൊക്കെയോ സംസാരിച്ചിട്ടൊക്കെ ഇരിക്കുക. അങ്ങോട്ട് പോകുമ്പം കണ്ടോ ഓരോരുത്തരായിട്ട് ഡാൻസ് കളിക്കും. പെണ്ണുങ്ങളും ഉണ്ട്, അതിനകത്ത് ആണുങ്ങളും ഉണ്ട്.
തെയ്യവും ഉണ്ട്. കണ്ട തെയ്യമല്ല, അതിൻ്റെ പേരൊക്കെ ഞാൻ മറന്നുപോയി. അതുകൊണ്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പറയുക. അതിൻ്റെ കൂട്ടത്തിൽ തെയ്യമുണ്ട്, ശരിയാണ് ഞാൻ പറഞ്ഞത്. തെയ്യമുണ്ട്, അതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് അടിക്കാനേ അത് കഴിഞ്ഞിട്ട് പെണ്ണുങ്ങളൊക്കെ ഇന്ന് ഡാൻസ് കളിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരുപാട് ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയത് ഹൈ പാവകൾ കൊള്ളാമല്ലേ. നമുക്കിവിടെ അപ്പുറത്തും ഒരുമിച്ച് തന്നെ കാണാമല്ലേ. ഇവിടെയുണ്ട് കുറച്ച് പാവകൾ, കണ്ട ഇവിടെയുണ്ട് എല്ലാവരെയും ഊഞ്ഞാലിലൊക്കെ ആടിക്കൊണ്ടിരിക്കുന്നത് കണ്ട. ഇവിടെ ഉണ്ടടേ, നോക്ക് എന്തൊക്കെയാണ് സ്പീഡിൽ പോകുന്നതുകൊണ്ട് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. ഞാൻ കണ്ട് ഇവിടെയാണെങ്കിൽ കുറച്ച് ഫിഷുകളുടെ ഇതാണ്, എല്ലും അതൊക്കെ. പിന്നെ ഇതേണ്ട കണ്ടോ, പഴയ കാലത്തിലുള്ള എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടോ ഗൈസ്, ഇതൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ. പേൾ ഫിഷ് ഞാൻ സൂക്ഷിച്ച് നോക്കിയൊരു കാര്യം കാണാം കണ്ടോ. ഞാൻ ഇപ്പം അങ്ങോട്ട് പോകുമ്പോൾ ഒരു ലിസാർഡിനെ കാണാം. അത് എങ്ങനത്തുള്ള ലിസാർഡാന്ന് വരുമ്പോഴാണ് നിങ്ങളെ കാണാൻ പോകുന്നത് രസം. നോക്കണം ഗൈസ്, ഇത് കണ്ടോ, ഇതൊക്കെ കുഴപ്പമില്ല. മീൻ ഇതൊന്നും അത്ര കുഴപ്പമില്ല. അയ്യോ എൻ്റെ വാ നോക്ക്, അയ്യോ എനിക്ക് പേടിയായി കേട്ടോ. ഇതാണെങ്കിൽ മീനിൻ്റെ ബോൺസും കാര്യങ്ങളൊക്കെയാണ്. ഇതും ആവികമാണ്. ഇത് പല്ലി, ലിസാർഡ്, ഫ്രോഗ്, അതിൻ്റെയൊക്കെ ഒരു കളക്ഷനാണ്. അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ വേണ്ട അടുത്തത് ഇത് കണ്ടോ, മരത്തിൽ കൊത്തി വെച്ചതാണെന്ന് തോന്നും കേട്ടോ. എനിക്കിന്ന് മരത്തിൽ കൊത്തി വെച്ചതായിട്ട് തോന്നുന്നത്, നല്ല സ്പോഞ്ച് രീതിയിൽ. പിന്നെ ഇത് മുട്ട. പിന്നെ എല്ലാവരും ഇതേണ്ട ഇന്നിട്ടു. ഈശ്വര, ഇതെന്താടാ ഇത്. ഞാൻ ഇങ്ങനെ ക്യൂയിലെങ്കിൽ നിൽക്കുക ഗൈസ് കണ്ടോ. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, ഇതെവിടെ കണ്ടോ. ഇതൊന്നുമില്ല, ഇതൊക്കെ പാമ്പിൻ്റെ തൂവലും ആ സാധനങ്ങളൊക്കെ. മണ്ടയിലോട്ട് നോക്കി നിങ്ങൾ, കാട്ടിൻ്റെയും അതിൻ്റെയൊക്കെ കൊമ്പും ശിഖരങ്ങളൊക്കെ മണ്ട തൂക്കി വെച്ചേക്കുന്നത്. ഇതൊക്കെ പിന്നെ നമ്മൾ കാണുന്നതാ, എന്തോ ഓന്ത്, പിന്നെ പാമ്പ്, പിന്നെ അതൊക്കെ പാമ്പിനെയൊക്കെ നമ്മുടെ നാട്ടിൻ പുറത്തുണ്ട്. ഇതൊക്കെ സാധനം എല്ലായിരിക്കും മിക്കാറും. പിന്നെ അടുത്തത് കാണുന്നതിന് മുന്നേ നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണ് ഞാൻ പറഞ്ഞ ലിസാർഡ്. ഇപ്പോൾ അങ്ങോട്ട് പോകും അടുത്ത ഗാലറിയിൽ തരാം. നിൽക്കുക ഗൈസ്, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങളൊന്ന് കണ്ണ് തരണം. നോക്ക് പാമ്പ് ചുരുണ്ടിരിക്കുന്നത് ഇതിനായിട്ടാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. പല്ലി ഉണ്ടല്ലോ വെള്ളത്തിൽ കിടക്കുന്നത്, അത് നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം. ഇപ്പുറത്ത് ഇതൊക്കെ എന്ത്, ഇതൊക്കെ ബോട്ടിൻ്റെ ശേഖരങ്ങളൊക്കെ. അതൊന്നും ഞാൻ അത്ര ഷൂട്ട് ചെയ്തില്ല. ഇതൊക്കെ ഞാൻ പിന്നെ പെട്ടെന്ന് പോയി ഷൂട്ട് ചെയ്ത, പെട്ടെന്ന് അങ്ങ് ഷൂട്ട് ചെയ്ത കേട്ടോ. എന്താ ഇവിടെയൊക്കെ കുറേ ഇതുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടൂറിസ്റ്റ് ബസ്സിൽ കയറി നമ്മൾ ഡാൻസ് കളിക്കുന്നതാണ്. അത് കുറച്ച് മുന്നേയൊക്കെ ഡാൻസ് കളിച്ചാണ് ഗൈസ്, എന്നാലും ഒരു ത്രില്ല് ഡാൻസ് കളിച്ചുള്ളൂ. അടുത്തത് ഇതാണ്, അടുത്ത മീനിൻ്റെ ഗാലറിയാണ്. ഇനിയും വരുന്നുണ്ട് ഗൈസ് കണ്ടോ, ഓരോ വിധത്തിലുള്ള കണ്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടില്ല ലൈനായിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് ഇതൊന്നും അല്ല ഒരുപാട് ഇഷ്ടപ്പെട്ടത് പറയാം. അപ്പുറത്തുള്ളത് നമുക്ക് പിന്നെ കാണാം. ഇതാദ്യം നമുക്ക് കാണാൻ നോക്കാം. ഇത് ഇതിനകത്ത് എന്താടേ, കാണാൻ പറ്റില്ല. ഇതിനകത്തൊന്നും ഇല്ലായിരിക്കും, വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഗൈസ്. നമുക്ക് നല്ല മീനല്ലേ, തൊടണമെന്ന് നല്ല ആഗ്രഹം. മുട്ടയിടുകയെന്നാണ് ഗൈസ് തോന്നുന്നത്. കൊള്ളാമല്ലേ, കൊള്ളാം. ഇത് കണ്ടോ, എനിക്കാ നീല കണ്ടോ, മഞ്ഞയും നീലയുള്ളൊരു ഫിഷ്, അതിന് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. കണ്ടോ, ഇത് നോക്കണേ, റെഡ് മീൻ കേട്ടോ. അതിൽ എല്ലാവരെയും രൂക്ഷമായി നോക്കുന്ന കൂട്ട കേട്ടോ എനിക്ക് തോന്നിയത്. കണ്ടോ, എൻ്റെ പേരെന്ത് കണ്ടോ.
ഹൈ, ഇപ്പുറത്ത് കണ്ട് പർപ്പിൾ കളർ മീൻ. ഇപ്പുറത്തോട്ട് തിരിക്കടേ, നമുക്ക് അതൊക്കെ കാണാം. തിരിക്ക് ഇപ്പുറത്തോട്ട് തിരിക്ക്. അങ്ങനെ നമ്മൾ ഇപ്പുറത്തോട്ട് തിരിച്ചപ്പോൾ ഇതിനകത്ത് എന്താ കുറച്ച് സ്റ്റാർ ഫിഷൊക്കെ ഉണ്ട്. ഇതിനകത്തൊന്നും കാണാനില്ലേ? ഉണ്ട് ഗൈസ്, മണ്ടയോട്ട് തിരിക്കണം. അയ്യോ കാണുന്നില്ല. അതേണ്ട എന്തോ ഉണ്ടോ? ഇല്ലേ, ഉണ്ട് ഗൈസ്. തേണ്ട നിങ്ങൾ കണ്ടോ? അതാണ് ഗൈസ്, ഒരു മീനുണ്ട്. കണ്ടോ ഒരു പൊണ്ണത്തടിച്ചായ മീൻ. ആ ഒറ്റ മീനേ ഉള്ളൂ ആ കൂർത്തി, വേറെ ഒറ്റ മീൻ. എന്നാൽ കുഴപ്പമില്ല, വാ അപ്പുറത്തോട്ട് പോകില്ലേ? അപ്പുറത്തോട്ട് കണ്ട. ഹൈ, ആ മീനേക്കാൾ എന്ത് രസം. ഹൈ അവിടെ വരെ വന്നിട്ട് തിരിച്ചു പോകുന്ന മീനുകൾ കൊള്ളാമല്ലേ? നല്ല രസമുണ്ട്. ഇത് കണ്ടില്ലല്ലേ? ഞാൻ എന്തോ ഓയില് ഞണ്ടിൻ്റെ വേറെ സാധനമാണ്. എൻ്റെ പേരൊന്നും എനിക്കറിഞ്ഞോട്ടോ. ദേവൊന്ന് മീൻ കള്ളല്ലേ? എൻ്റെ മീൻ എന്താണോ എന്തോ. എൻ്റെ അമ്മയാണ് കേട്ടോ വാച്ച് കിട്ടിയിരിക്കുന്നത്. ഇതുള്ള വരവരെയുള്ള മീൻ. ഈ മീനെ കാണുമ്പോഴുണ്ടല്ലോ നമുക്ക് ഭയങ്കര എക്സ്പ്രഷൻ വരും കേട്ടോ. നല്ല രസമായിട്ട് കാണും. അപ്പുറത്തെ ഗാലറി നിറച്ച് വിടുന്നു. ഓരോരോ മീനുകൾ ഓരോരോ ഗാലറിയിലല്ല, ഒരു കക്കിയല്ല മീനുകൾ ഇല്ല. ഞാനത് കളിച്ച് തേണ്ടേ ഒരു പൈപ്പിൽ ഒരു സാധനം അനങ്ങുന്ന സാധനം. ഇവിടെ പൈപ്പിൽ എന്തോ പൈപ്പിലെന്തോ സാധനം. ക്യാമറ, എൻ്റെ പേരെന്താ? പൈപ്പിൽ ഇതുകൊണ്ട് ഗൈസ് അപ്പുറത്ത് തലയുള്ള മീനാണെന്ന് തോന്നുന്നത്. എന്തുവാ? വായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പപ്പ എന്ന് വയ്ക്കുക. കണ്ട് ഗൈസ്, കൊള്ളാല്ലേ? അടുത്ത ലോട്ട് പോകും. എനിക്കൊന്നും തോന്നുന്നില്ലേ? ഇതിലുണ്ടോ? ഇതെന്നാ തോന്നുന്നത്. ഉണ്ടല്ലേ, മീൻ ചത്ത് കിടക്കുന്നു. ഉണ്ട്, പക്ഷേ മീൻ ചത്ത് കിടപ്പുണ്ട്. എന്തായാലും നമുക്ക് ബാക്കിയുള്ള മീനുകളേക്ക് ഒന്ന് കാണാമല്ലേ? എന്നാലും ചത്ത് കിടക്കുന്ന കാണുമ്പം ഒരു വിഷമം. പിന്നെ അപ്പുറത്ത് കണ്ട ഒരു മീൻ, നീല മീനാട്ടോ. ഇതിനകത്ത് അപ്പുറത്തെ ഒരു സൈഡിനകത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ? കണ്ടായിരുന്നു, ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തപ്പം പറയാൻ മറന്നുപോയി. ഞാൻ കാണാമോ എന്തോ, ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തപ്പോൾ വീഡിയോയ്ക്കകത്തല്ല നോക്കിയത്. കണ്ട മീൻ കണ്ട ചത്തയല്ല കേട്ടോ, അത് അവിടെ ഇങ്ങനെ ഇരുന്നത് എല്ലാവരെയും കണ്ടപ്പോൾ ഇത് ആരടാ ഇതെന്ന് പറഞ്ഞുകൊണ്ട്. കണ്ട ഗൈസ്, കള്ളല്ലേ? എനിക്ക് നല്ലവണ്ണം ഇഷ്ടപ്പെട്ടെ കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബും ചെയ്തേക്കണേ. കള്ളല്ലേ? അപ്പം ഞാൻ അവിടെ ജാമായി പോയി ഗൈസ്. എന്തോന്ന് പറഞ്ഞാൽ ആ ജാമൊന്നും ഇല്ലെങ്കിലും ചെറുതായിട്ട് പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ ക്യൂ. കൊള്ളാമല്ലേ? നിക്ക് ഈ ലൊക്കേഷൻ വരുന്നത് എവിടെയാണെന്ന് പറഞ്ഞില്ല. അതൊക്കെ പറയാം, ലാസ്റ്റ് പറയാല്ലേ. പിന്നെ ആ ഒരു ഹോളിനകത്തും ഉണ്ടായിരുന്നു കേട്ടോ മീൻ. കൊള്ളാല്ലേ? കൊള്ളാല്ലേ? കൊള്ളാടി. ഹായ്, എന്തോന്നത്? ഇതുകൊണ്ട് അപ്പുറത്ത് വലിയ കുറേ. ഈശ്വര, അവിടെ പോയിട്ട് വേണം കാണാൻ. അയ്യാ, ഇതെന്താ? ഇത് ഞാൻ മറിച്ച് വെച്ചേട്ടോ ഗൈസ്, ചെറുതായിട്ട്. അപ്പുറത്തോട് ഞാൻ ഇങ്ങനെ പോയത്. കണ്ട ഗൈസ്, ഇതിലും മീനാട്ടോ. ഇതിനകത്ത് എഴുതി വെച്ചേക്കുന്ന കൂട്ട് ഇല്ല. നമ്മൾ ഇന്നാൾ കണ്ടോ, ഈ ഞണ്ട് ഇതിനകത്തില്ല, കാണുന്നില്ല. അതിന് എന്തെങ്കിലും വന്ന് കാണില്ല, അപ്പുറത്ത് കാണുന്ന സാധനം. പക്ഷേ ഈ 2 ഐറ്റം മീനും ഇതിനകത്തുണ്ട്. ഈ അക്വേറിയത്തിൻ്റെ ബാക്കിലോട്ട് പോകുമ്പോഴും ഒരുപാട് ഞണ്ട്സ് ഉണ്ട്. കണ്ട, ഇവിടെ ഒരു ഞണ്ട് കിടപ്പുണ്ട് പറഞ്ഞ പോലെ, ഒരു സീബ്ര കളറ് ഞണ്ട്. എൻ്റെ പേരെന്താ? സീബ്ര ഞണ്ടെന്നായിരിക്കും. ഒറ്റൊരെണ്ണേ ഉള്ളൂ കേട്ടോ ഗൈസ്. ഇത് കൊള്ളാല്ലേ? കൊള്ളാം. ഹായ്, ഇങ്ങനെ മോഹൻ ചപ്പി ഇതേപോലെ ഇരിക്കുന്നല്ലേ? ഇതിനൊക്കെ ഒരുപാട് പിടിക്കണമെന്നൊക്കെ ഉണ്ട്. എന്ത് ചെയ്യാനാ, ഭാഗ്യമുള്ള പിടിക്കാൻ പറ്റുള്ള.
കൊള്ളാം, പക്ഷെ കൊള്ളാം. കാഴ്ചകൾ കൊള്ളാമല്ലോ. അത് തല പുറത്തിട്ടടേ. മറ്റേത് നമ്മൾ പറഞ്ഞില്ല സാധനം. ഇതൊക്കെ കൊള്ളാം. എല്ലാം ഉണ്ടല്ലോ ഇതിനകത്ത്. ഇതിനകത്ത് എല്ലാം ഉണ്ട് കേട്ടോ. എന്തൊക്കെയോ ചേച്ചി അങ്ങോട്ട് മാറി കയറ്റി. എന്തോ സാധനം ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ? തൂക്കുന്ന കേസ് കൊള്ളാമല്ലേ? എല്ലാം കൊള്ളാം. എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എല്ലാം കമൻറ്റ് ചെയ്യണേ. ഇത് പർപ്പിൾ കളർ മീൻ കൊള്ളാമല്ലേ? നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും തീർച്ചയില്ല മീൻ പർപ്പിൾ കളർ. ഞാൻ അവിടെ നിന്നപ്പോഴാണ് നമ്മൾ ഇപ്പുറത്ത് കണ്ടത്. കൊള്ളാം, എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. അതിലെ പാമ്പും വൈകിട്ടില്ലേ? ഇതെന്തുവാ? ഇതിലെ റെഡ് കളർ മീനിൻ്റെ ഇതിനകത്തും ഉണ്ട്. എല്ലാ മീനും ഉണ്ടെന്നാ തോന്നുന്നത്. സ്റ്റാർ ഫിഷ് കണ്ടായിരുന്നോ? പിന്നെ സ്റ്റാർ ഫിഷിൻ്റെ ഒരു കൂട്ടോടുണ്ട് ഗൈസ്. ചെറുതായിട്ട് എനിക്കൊന്ന് പനി പിടിച്ചോന്നൊരു ഡൗട്ട്. കൊള്ളാം, എല്ലാം കൊള്ളാം. കണ്ട ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. നമുക്കിപ്പോൾ 172 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. നമുക്ക് 200 അത് കഴിഞ്ഞിട്ട് 500 അത് കഴിഞ്ഞിട്ട് നമുക്ക് 1000 ആക്കണം ഗൈസ്. അതിന് വേണ്ടിയാണ് ഞാൻ എവിടെ പോയാലും ഒരു വീഡിയോയും ഫോണും അത് തപ്പി അമ്മയെടുത്ത് ഇറങ്ങുന്നത്. ഇതൊക്കെ വീഡിയോ എടുക്കാൻ. അപ്പുറത്ത് ഒരുപാട് ഞണ്ടുണ്ടായിരുന്നോ? നമ്മൾ ഇന്നാൾ കണ്ട സാധനം. ഇല്ല മറ്റേത് നമ്മൾ അപ്പുറത്ത് കണ്ട് പൈപ്പിൽ നിന്ന് ഇറങ്ങാത്ത സാധനം. 2 കൊള്ളാലോ. 3ാമത്തെ ഒരെണ്ണം ഉണ്ടെങ്കിൽ കൊള്ളായിരുന്നു. 2 ഉണ്ട് കേസ് കണ്ട്, പക്ഷെ അത് കാണാൻ പറ്റിയില്ല. ഇതിനകത്ത് സ്റ്റാർ ഫിഷ് ഇതേണ്ട ഞാൻ കറങ്ങി വരുമെന്ന് പറഞ്ഞില്ല. അക്വേറിയം തന്നെ കേട്ടോ ഇത്. കൊള്ളാമല്ലേ? എല്ലാ മീനുകളും ഉണ്ട്. എന്തോ ഇല്ല ഞണ്ട് കേട്ടോ. ഞണ്ട കേസ് ഇതല്ലോ. ഞാൻ ഫ്ലാഷ് വീഡിയോ ആയിട്ട് എടുത്തോണ്ട്. ഇതെല്ലാം ഞണ്ടാ. കണ്ടോ? ഇതെല്ലാം ഞണ്ടാ കേസ്. നിങ്ങൾ സൂക്ഷിച്ച് നോക്കുക. ഇതെല്ലാം ഞണ്ട്. കണ്ട 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 ഇല്ല പർപ്പിൾ മീൻ. ഇതിനകത്താണ് ട്വിസ്റ്റ് വരുന്നത്. ട്വിസ്റ്റ് അതിൻ്റെ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ടോർട്ടോയ്സ്. കണ്ട ഗൈസ്? ടോർട്ടോയ്സ് കൊള്ളാല്ലേ? ഇതിനകത്താണ് ഗൈസ് നമ്മളെല്ലാവരെയും ഞെട്ടിക്കുന്ന ഷാർക്ക്. അതും 2 1 അല്ല 3 ഷാർക്കുകൾ. പക്ഷേ 3ാമത്തെ കുറച്ച് ചെറുതാ. ഒരെണ്ണം കുറച്ച് ഒരുപാട് വലുത്. ഒരുപാടൊന്നുമില്ല, അല്ലെങ്കിൽ കുറച്ച് വലുത്. അതിൻ്റെ പുറകെ വരുമെന്ന് പറഞ്ഞാലും കുറച്ചുകൂടെ കഴിയുമ്പം കണ്ട കുറച്ചുകൂടെ കഴിയുമ്പോൾ കുറച്ചുകൂടെ ചെറുത് വരും. പോയത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അതിനെക്കാട്ടി ചെറിയൊരു മീനുണ്ട്. വെറും ചെറിയതാണ്. അവരുടെ വാവച്ചി കുഞ്ഞാരി കുട്ടച്ചി. നോക്ക് ഗൈസ്, നിങ്ങളിവിടെ നോക്കിയിരിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിച്ചാൽ പിന്നെ എങ്ങനെയാ കാണാൻ പറ്റുമോ പറയും? കണ്ടോ താഴെ കൂടെയും വണ്ടേ കൂടെയും പോന്നേ. കണ്ടോ നിങ്ങൾ കണ്ടില്ലേ? അത് നിങ്ങൾ കാണണം. കാണാത്ത എന്തുകൊണ്ടാണ്? ഇതും അത് തന്നെ കേട്ടോ ഗൈസ്. ഇതിൽ വലിയ ആമയെന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണുന്ന കൂട്ടല്ലേ ഗൈസ്? ഭയങ്കര വലിയ ആമ കേട്ടോ. ഇതിനെക്കാട്ടി വലിയ ആമ നമ്മളിപ്പം കാണിക്കാം. കണ്ട ഇതിനെക്കാട്ടി വലിയ തോടുള്ള ആമ കണ്ടോ അതെ ഇതിനെക്കാട്ടി വലിയ ആമയാണ് ഈ പച്ച നിറത്തിലുള്ള ആമ. വലിയതാ കാണുമ്പോൾ. കണ്ടോ എൻ്റെ ബിഗ് സൈസാണിത്. എൻ്റെ അമ്മ എന്തോരം വലിയതായത്. 2 ഉള്ളൂ കേട്ടോ. പിന്നെ താഴോട്ട് ഇറങ്ങിയപ്പോൾ വേറൊരു മീൻ. കണ്ടോന്ന് അറിഞ്ഞൂടാ. നമ്മളെ ദേഷ്യപ്പെട്ട് നോക്കുവാണ്. ആരെടാ എൻ്റെ വീടിൻ്റെ മുന്നിൽ? പോടാ ഇങ്ങനെ പറഞ്ഞ് നോക്കുവാണ്. എൻ്റെ പൊന്നു ചേച്ചി, എന്നെ എന്തിനാണെന്നോ എന്തോ ഇങ്ങനെ നോക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കേസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയുണ്ട് ഷാർക്കുകൾ. വീണ്ടും ഷാർക്ക് വരുന്നു. കണ്ടോ? താമസിക്കാതെ മറ്റുള്ള ഷാർക്കുകളും വന്നോളൂ.
ഞാനിങ്ങനെ തടാണ്ടോ അടുത്ത ഷാർക്ക് 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 കൊച്ചു ഷാർക്ക്. അതുകൊണ്ട് വേറെ സ്ഥലത്ത് പോവാം. 1 2 3 സ്റ്റാർട്ട്. അയ്യോ എന്നാ ഇതാണ് ആഴിമല. അപ്പോഴത്തേന് ചാർജ് കുറവായതുകൊണ്ട് ബ്രൈറ്റ്നെസ് എല്ലാം അങ്ങ് പഞ്ഞലായിപ്പോയി. എന്നിട്ട് ആഴിമലയിൽ കയറിയിട്ട് നമ്മൾ ബീച്ചിലൊക്കെ പോയി. നല്ല വ്യൂ ആണ് ഇവിടെ കാണുമ്പോൾ. അടിച്ച് പൊളിച്ച് ഞാൻ അത് കഴിഞ്ഞിട്ട് വേണ്ട ഗൈസ് കണ്ട ഇവിടെ എല്ലാം ഉണ്ട്. കാർ പാർക്കിംഗ് ഏരിയ ആണ്. നമുക്ക് മണ്ടയിലാണെങ്കിൽ ബ്രിട്ടീഷുകാർക്കല്ല നമുക്കാണെങ്കിലും പാസ് എടുക്കണോ പാസ് എടുക്കല്ലേ എനിക്കറിഞ്ഞൂടാ. അവിടെ നമുക്ക് നിന്ന് വേണമെങ്കിലും വ്യൂ കാണാം. നമ്മുടെ ആഴിമലയിൽ ആണ് നമ്മൾ യഥാർത്ഥത്തിൽ ശിവക്ഷേത്രത്തിലാണ് നമ്മൾ പോയത്. പക്ഷേ എന്ത് ചെയ്യാനാ, അമ്പലം അടച്ചിട്ടേക്കുവാണ് നമ്മൾ. പക്ഷേ ശിവനെ കണ്ടു, അകത്ത് കയറിയെങ്കിലും പുറത്ത് കയറിയെങ്കിലും കണ്ട് ഞങ്ങൾ. എൻ്റെ സാധനം ഞാൻ ബീച്ചിലോട്ട് നടന്ന് ഞാൻ വീഡിയോ എടുക്കാൻ പോയിട്ടാണ്. എൻ്റെ കൂടെ ഫ്രണ്ട് ഉണ്ട്, അവൾ പറഞ്ഞ് എനിക്ക് വീഡിയോയിൽ തല കൊടുക്കുന്നതെന്ന് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് തന്നെ എന്താ ഗൈസ് നമ്മൾ തന്നെ വീഡിയോ എടുത്തു. അപ്പോൾ ഗൈസ് കണ്ട എന്താ നമ്മൾ വീണ്ടും കഴിയുന്ന അങ്ങോട്ട് ഇറങ്ങി വെറുതെ എന്തിനും ചെളി കേൾക്കുന്നതാണ്. അന്ന് ലാസ്റ്റ് എൻ്റെ ദേഹം ഫുള്ള് അപ്പോഴാണ് വേണ്ട ഒരു മീൻ. അപ്പോൾ അതിനെ അങ്ങ് എടുത്തേക്കാം. അന്നേരം തേണ്ടേ കടലിട്ടേക്കാം. എന്തിനാ അതിനേക്ക് കൊല്ലുന്നത്? ഞാൻ കടലിലെടുത്തിട്ട് അത് പോയി ഗൈസ്, പോയി നമ്മളെ വിട്ടു പോയി ഗൈസ്, പോയി. അമ്മ വേണ്ട ഫോൺ ചോദിക്കുന്നു അമ്മയ്ക്ക്. അമ്മ പറയുവാണേ അമ്മയ്ക്ക് ഇഷ്ടം പോലെ എന്താ ഇപ്പോഴല്ല ഞാൻ ഇപ്പോൾ വീട്ടില്ല, ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അമ്മ ഫോൺ ചോദിച്ചേ അമ്മയ്ക്ക് എന്തോ PSCയുടെ എന്താണ്ടൊക്കെ എഴുതുന്നുണ്ട്. അപ്പോൾ ഇത്തേണ്ട കേസ് നമ്മളല്ലേ പോകുന്നത്, തന്നെത്താനും നമ്മൾ തിരയാണ് എടുത്തോണ്ട് പോകുന്നത്. കണ്ടോ എൻ്റെ കാലിലെല്ലാം ആയി. എന്നാലും കൊള്ളാം. ഞാൻ അപ്പോൾ അവൻ്റെ മണ്ടയോട്ടെടുത്തേക്കും പരെല്ലാം പോവും. എന്നാലും കുഴപ്പമില്ല ഗൈസ്, അടിപൊളിയായിട്ട് ചോറ്. നിങ്ങൾ മസ്റ്റായിട്ട് ശംഖുമുഖം ആഴിമല എല്ലായിടത്തും പോവുക കേട്ടോ. ഞാനാണോ പോകുന്നത് അത് എന്നെയാണ് കൊണ്ടുപോകുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ഞാൻ അവിടെ തന്നെയാണ് നിൽക്കുന്നത്. ഞാനുണ്ടോ ശിവൻ ഈശ്വരാകത്തുള്ളി. എനിക്ക് വീഡിയോ എടുക്കണമെന്ന് ഡാൻസ് കളിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യണം, എൻ്റെ അകത്തോട്ട് കയറാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് തന്നെ നമ്മുടെ ഷൂട്ടിംഗ് പ്ലേസായ വിഷ്ണു അവരൊക്കെ ഒന്ന് ഷൂട്ടിംഗ് ചെയ്യുന്ന പ്ലേസായ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. എൻ്റെ അമ്മ ദേണ്ട തോർത്ത് വിട്ടോട്ട് ദേണ്ട വരുന്നു. അപ്പോൾ ഗൈസ് ദേണ്ട താഴോട്ട് ഇറങ്ങിപ്പോവാം. ഓരോ ദൃശ്യങ്ങളിൽ നിന്നും നമ്മൾ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ താഴോട്ടേക്കാം. അതിൻ്റെ ഗൈസ് സീ കണ്ടോ, ഇതെൻ്റെ അമ്മയൊന്നുമല്ല കേട്ടോ ഗൈസ്. ഇവിടെയൊക്കെ ടീച്ചേഴ്സ് ഒറ്റ ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്. അതുകൊണ്ട് എൻ്റെ അമ്മയൊന്നും ഒരിക്കലും വിചാരിക്കാൻ പാടില്ല. അത് കഴിഞ്ഞിട്ട് കണ്ടോ ഗൈസ് ഈ വ്യൂ ആണ് എനിക്ക് കിട്ടിയത്. നല്ല വ്യൂ അല്ലേ, കൊള്ളാം. കൊള്ളാമല്ലേ ഗൈസ്? ഞാൻ ഇറങ്ങുമ്പോഴുള്ള കാഴ്ചയാണ് ഗൈസ്. കണ്ടോ കൊള്ളാമോ? ഓരോ കാഴ്ചയിൽ നിന്ന് എടുക്കണം. അത് വേണ്ട ഗൈസ് സീ ആണ് കേട്ടോ. സീ എന്ന് വെച്ചാൽ കാണാനല്ല, അതായത് സമുദ്രം. കണ്ടോ ഗൈസ്? അവസാനം കുടുംബശ്രീ ശാരദ നമ്മുടെ ഏഷ്യാനെറ്റ് സീ കേരള ഈ ബീച്ചിലാണ് കേട്ടോ ഗൈസ് വരുന്നത്. ഞങ്ങളിപ്പം കാണിച്ചു തരാം. കണ്ട നമുക്കിവിടെ എപ്പം വേണമെങ്കിലും ഇരിക്കാം വരാം. കണ്ടോ ഇവിടെയൊക്കെയാണ് അവരൊക്കെ വന്ന് വീഡിയോ എടുക്കുന്നത്. അതിൻ്റെ ഉള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട്. ഡ്രസ്സ് മാറാനുള്ള റൂം അതൊക്കെ ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് നേരം അവിടെ ഇരുന്നു എന്നിട്ട് വീഡിയോ എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ഗൈസ് തന്നെ നമ്മളിങ്ങനെ നടന്നു പോവുകയാണ്. ഞാൻ ഒരു ദിവസത്തോടെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ റെക്കോർഡിങ് ചെയ്യുന്നത്. ഞാൻ ബാക്കിയുള്ളതെല്ലാം ഞാൻ ഡ്രാഫ്റ്റ് ആക്കി. ഇപ്പോഴാണെങ്കിൽ നല്ല പനിയുണ്ട്. സോറി 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ പകുതി റെക്കോർഡിങ് ചെയ്യുന്നത്. പിന്നെ ഈ സണ്ണിൻ്റെ ഈ കടൽ തീരത്തെ വ്യൂ ആണ്, നല്ല രസമാണ്. ഇപ്പോഴുണ്ടല്ലോ എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു മണൽ പറ്റി, അത് പിന്നെ ഞാൻ തൂത്ത് കളഞ്ഞു. അത് എൻ്റെ കണ്ട കടൽ തീരത്തില്ലാതാണ്. കണ്ട നല്ല വ്യൂ അല്ലയോ, എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിങ്ങനെ ആ ഓടേണ്ട മണ്ടയിൽ കൂടി ഇങ്ങനെ നടന്നു പോയിട്ടില്ല. എനിക്ക് പേടിയായിരുന്നു. അതുകൊണ്ട് ഞാൻ സൈഡിൽ കൂടെ നടന്നു. പിന്നെ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാടി. എന്നിട്ട് അതിൻ്റെ മണ്ടയിലൊക്കെ നോക്കിയിട്ട് എന്ത് രസമായിരുന്നു എന്നറിയാമോ?
നിങ്ങൾ തന്നെ നോക്ക്, എന്തൊരു രസമാണ് അവിടെ. നോക്കി, കടലും പിള്ളേരുടെ അലപ്പും ഒരു എന്താ പറയുക, ഒരു നേച്ചർ വ്യൂ ആണ്. കണ്ടോ, ആ സമയത്താണ് ഞാൻ എൻ്റെ കാല് ശ്രദ്ധിച്ചത്. കാരണം ഫുള്ളും ബീച്ചിൽ പോയിട്ടുള്ള മണ്ണായിരുന്നു, അറിയാലോ. അത് കഴിഞ്ഞിട്ടുള്ള ഗീസ് ഞാൻ ഇത് എഡിറ്റ് ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ട് വേറെ സ്ഥലം, അടുത്ത സ്ഥലത്ത് കണ്ട, ഞാൻ ഇങ്ങനെ എഡിറ്റ് ചെയ്തതാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ഒരുപാട് പേര് വ്യായാമം ചെയ്യാനൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. കൊള്ളാമല്ലേ? ഇപ്പം സൺസെറ്റിൻ്റെ സമയമായിരുന്നു എന്നാണ് തോന്നുന്നത്. അപ്പോൾ വീഡിയോ സൂം ചെയ്യുമെന്നാണ് തോന്നുന്നത്. എനിക്കറിഞ്ഞൂടാ. ഇപ്പം ഞാൻ മിക്കവാറും വീഡിയോ സൂം ചെയ്യും. കണ്ടോ, ഒരു പിങ്ക് കളറ്, അതായിരിക്കും സൺസെറ്റിൻ്റെ വ്യൂ. അത് കഴിഞ്ഞിട്ട് ഗൈസ് നമ്മൾ ടൂറിസ്റ്റ് ബസ്സിൽ പോയതിൻ്റെയുള്ള ദൃശ്യങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വണ്ടി എടുത്ത് കൊള്ളായിരുന്നു. എനിക്ക് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ. കൊള്ളാമോ ഗൈസ്? ഞാൻ അകത്തോട്ട് കയറിപ്പോയില്ലേ, ഇങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങൾ ഡാൻസൊക്കെ കളിച്ചു. എന്നിട്ട് അകത്തോട്ട് നിന്ന് ഞാൻ പിന്നെ തിരിച്ചു പോയപ്പോൾ ഞാൻ അകത്തോട്ടൊന്നും കയറിയില്ല. ഞാൻ ഫ്രണ്ടിൽ നിന്നിട്ട് ബാക്കിയുള്ള ഒരുപാട് ടൂറിസ്റ്റ് ബസ്സുകളുടെയൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങൾ തന്നെ കണ്ടോളൂ എന്തൊക്കെ ബസ്സുണ്ടെന്ന്. പേരുകളും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ് രണ്ട് ലൈറ്റൊക്കെ ഇട്ട് സെറ്റായിട്ടുണ്ട്. പിന്നെ സ്കൂൾ ബസ്സിൽ നിന്ന് ടൂർ പോകുമ്പം DJ ലൈറ്റും അതുപോലത്തുള്ള RR വീലോ JRV വീലോ അങ്ങനെ എന്താ പറഞ്ഞൊരു വീലും ഒന്നും അലോഡല്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് കുട്ടികൾക്ക് അത് അലോഡല്ല. അങ്ങനത്തുള്ള എല്ലാ ലൈറ്റ്സുകളും അടച്ചു വെക്കണം. പിന്നെ കുറച്ച് അല്ലാത്തുള്ള മിനിമം ആയിട്ടുള്ള ലൈറ്റ്സൊക്കെ മതി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളതൊക്കെ അയച്ചു വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഗൈസ് നമ്മൾ ഡ്രൈവർ കയറാൻ പോയി. നമ്മൾ പോവാണേ. വാനും വണ്ടികളൊക്കെ നമ്മൾ കയറിയപ്പോൾ തന്നെ പോയി. അത് കഴിഞ്ഞിട്ട് ചെറിയൊരു ടീച്ചേഴ്സ്, എൻ്റെ അമ്മയുണ്ട്, ഇതിനകത്തും ഉണ്ട് എൻ്റെ അമ്മ. പക്ഷേ ഇതൊന്നുമല്ല എൻ്റെ അമ്മ. ഒരു ഷാളൊക്കെ ഇട്ട് ഫ്രണ്ടിൽ കാണുന്ന ലൈറ്റെല്ലാം അല്ല, തന്നെ പക്ഷേ ഇടയ്ക്കിടയ്ക്ക് കാണിക്കും, ഇടയ്ക്കിടയ്ക്ക് അമ്മ പോവും, ഇടയ്ക്കിടയ്ക്ക് കാണിക്കും, ഇടയ്ക്കിടയ്ക്ക് അമ്മ പോവും. നോക്കിയാൽ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ മതി. ഇതല്ല കേട്ടോ, ഈ വീഡിയോ കാണിക്കുന്നതല്ല, അപ്പുറത്തോട്ട് കാണിക്കും. കണ്ടോ, എൻ്റെ അമ്മ ഈ വീഡിയോക്കകത്ത് നോക്കുന്നുണ്ടോ? എൻ്റെ അമ്മ കണ്ടോ? കണ്ടോ ഷാൾ ഇട്ടേക്കുന്നത്, ഗ്രീൻ ഷാൾ ഇട്ട്. കണ്ടോ ഗ്രീൻ ഷാൾ ഇട്ടേക്കുന്നത്? കണ്ടോ ഗ്രീൻ ഷാൾ ഇട്ട് ഡാർക്ക് കളർ ഒരു എന്താ എന്തോ ഡാർക്ക് കളർ ഓറഞ്ച് കുർത്തയൊക്കെ ഇട്ട് ടോപ്പ്. കണ്ടോ, എൻ്റെ അമ്മയാണ് ഗൈസ് അത്. കണ്ടോ ഷാൾ ഇട്ടേക്കുന്നുണ്ടോ? ഒരു ഗ്രീൻ കളർ. ഈ കൈ കൊട്ടുന്ന ആൻറ്റിയുടെ അപ്പുറത്ത് തന്നെ കണ്ടോ? സിൽവർ ആൻറ്റിയുടെ അപ്പുറത്ത്, അതിൻ്റെ ആൻറ്റിയുടെ അപ്പുറത്ത് ഇപ്പം അമ്മയാണെങ്കിൽ തിരിഞ്ഞിരിക്കുവാണേ. കണ്ടോ ഗൈസ്? നിങ്ങൾക്കിനി കുറച്ച് നേരം കൊണ്ട് കാണും. ഇനി എൻ്റെ അമ്മയുടെ മുടി മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. ഇതല്ല കേട്ടോ എൻ്റെ അമ്മ, ഫ്രണ്ട് ഇരിക്കുന്നില്ല. ഇതല്ല, ഇതണ്ട ആ ഇടയ്ക്ക് ഇരിക്കുന്നില്ലേ.
അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ്. ഇനി ലോങ് വീഡിയോ ഉണ്ട്, ഇനി അത് ഇടാൻ പറ്റത്തില്ല, സോറി. അത് കഴിഞ്ഞിട്ട് ഇൻഷോട്ടിൽ ഒരുപാടായിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പം എല്ലാവർക്കും ഈ ടൂർ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ് ആൻഡ് ഷെയർ. നിങ്ങൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഡൗൺലോഡ് വരെ ചെയ്യിക്കോ. അപ്പോൾ ചേച്ചാ ബൈ.